എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ലോകക്രമത്തെക്കുറിച്ചാണ്. അറിയാം, ഇപ്പോൾ ഓരോ രാജ്യവും അവരുടെ ആയുധശേഷി കൂട്ടുന്ന തിരക്കിലാണ്. എന്നാൽ മറ്റൊരു തമാശ ഉള്ളത്, ഈ ആക്രി, നമുക്കറിയുമല്ലോ, ആക്രി കടകൾ, ഈ വേസ്റ്റ് സാധനം വിൽക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള ആക്രി കടയിൽ പോയി കളക്ട് ചെയ്ത കുറേ മെഡൽ യൂണിഫോമിൽ കുത്തി ഞാൻ ഫീൽഡ് മാർഷലാണെന്ന് സ്വയം അവരോധിച്ച ഒരു ഫീൽഡ് മാർഷൽ അസീം മുനീർ ഒരു ഭാഗത്ത്, അങ്ങനെ ചെയ്യണമെന്ന് ഉപദേശം കൊടുത്ത വേറൊരു വലിയൊരു ഭ്രാന്തൻ, അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടും വട്ട് കേസുകളാണ്. ഇപ്പോൾ തീവ്രവാദിയായി ജനിച്ച്, തീവ്രവാദിയായി വളർന്ന്, തീവ്രവാദിയായി പട്ടാളക്കാരനായി, ഇപ്പോൾ ഫീൽഡ് മാർഷൽ വേഷം കെട്ടി നടക്കുന്ന അസീം മുനീറിൻ്റെ ഏറ്റവും വലിയ അഡ്വൈസർ, ഓരോ മിനിറ്റും മാറി മാറി സംസാരിക്കുന്ന ഒരു ഭ്രാന്തൻ അമേരിക്കൻ പ്രസിഡന്റ്. ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ പോണത് അമേരിക്കയും പാകിസ്ഥാനിലെയും ജനങ്ങളാണ്. അതിന് ഇമ്മീഡിയറ്റായിട്ട് അതിനൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോണില്ല, തകർന്ന് തരിപ്പണമാകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ശക്തിയുടെ പേരിൽ ഈ ലോകത്ത് എന്തും കാട്ടി എല്ലാം ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ ഇവിടെ ഒന്നുമല്ലാതായി പോകും. എന്തായിരുന്നാലും ഇവരാരും മുസോളിനിയും ഹിറ്റ്ലറിനേക്കാളും ഉപരിയൊന്നുമല്ല. അവർക്കൊക്കെ ഇവിടെ ഒന്നും നേടാൻ പറ്റിയില്ല. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഇവരൊന്നും നേടാതെ പോയവരാണ്. ചരിത്രത്തിൽ അവരുടെ പേരുകൾ കുറിക്കപ്പെട്ട് അവസാനം അവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്ന് കുറിച്ചുകൊണ്ടാണ് അവർ ഈ ലോകം വിട്ടുപോയത്. അതിനു മുമ്പിൽ ഈ ട്രംപോ ഈ മുനീറോ ഒന്നുമല്ല. ഇപ്പോൾ മുനീർ കണ്ടുപിടിച്ച ഏറ്റവും ഒരു പണ്ടും അത് തന്നെ, ഇവന് തീവ്രവാദിയാണ്. മത കയ്യിലെടുക്കുക, അതിൻ്റെ ഭാഗമായി അവിടെ സ്വന്തം നാട്ടിൽ പാകിസ്ഥാൻ ജനങ്ങൾ ആഹാരത്തിന് വരെ വരഞ്ഞ് നടക്കുമ്പോൾ ഇവൻ ഈ ആക്രി കടയിൽ നിന്ന് കിട്ടിയ ഈ മെഡലുകളും കുത്തി ഞാൻ മേജറാണെന്നും പറഞ്ഞ് 100 വട്ടവും ഫോട്ടോയും പോസ്റ്റ് ചെയ്ത് നടക്കുന്ന ഈ ഒരു മാർഷലിൻ്റെ അവസാനം എന്താകുന്നു ദൈവത്തിനറിയാം. ഒരു തീവ്രവാദ രാജ്യമായ തുർക്കി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എണ്ണ വിറ്റ് ഏറ്റവും കൂടുതൽ കോടീശ്വര പദവിയിരിക്കുന്ന ഒരു രാജ്യമായ സൗദിയെ രണ്ടുപേരെയും കൂട്ടി ഒരു മക്ക അക്കോർഡ് നമ്പർ ഒരു സംവിധാനം ഉണ്ടെന്തോ, മക്ക അറിയില്ല. എർഗോവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൂസാണ്, യാതൊരു വിവരമില്ല. ഡ്രോൺ ഉണ്ടാക്കുക, ആയുധം ഉണ്ടാക്കുക, തീവ്രവാദമുള്ള തീവ്രവാദികൾക്ക് അതങ്ങോട്ട് കൊടുക്കുക, ഇതാണ് ഹോബി. അമേരിക്കയാണെങ്കിൽ അമേരിക്കൻ ജനങ്ങളുടെ ഏറ്റവും വലിയ ഗതികേട്, ഓരോ സമയം മാറ്റി മാറ്റി പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു ഒന്നും അറിയില്ല. ജനങ്ങളെ കൊന്നെടുക്കാനും തീവ്രവാദികൾ അവരെ കൂട്ടുപിടിക്കാനും. കാരണം ഈ അസീം മുനീർ എന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു തീവ്രവാദിയാണ്. ആ തീവ്രവാദിയെ ഒപ്പം കൂട്ടി ലോകത്ത് എവിടേക്ക് അശാന്തി വരുത്താമോ അതിനുള്ള വെപ്രാളത്തിലാണ്. അങ്ങനെ അസീം മുനീറിന് വലിയൊരു ഹൂതി ഒന്ന് ഇന്ത്യയുമായി ഒന്ന് ഫൈറ്റ് ചെയ്യണം. ചെയ്യട്ടെ, ചെയ്തതിൻ്റെ അനുഭവം കിട്ടി, പഠിച്ചിട്ടില്ല, ഇനി അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം, അത് തുടരട്ടെ. എനിക്കൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ വന്ന് അവസാനം കേൾക്കുന്നത് ഇന്ത്യ, റഷ്യ, ചൈന ഇവരുടെ ഒരു ഗ്രൂപ്പ് വൈകാതെ തന്നെ ഉണ്ടാകും. ഏഷ്യൻ റീജിയണിൽ
അവരുടെ ശക്തിയായിട്ട് മാറണം. ഇതൊക്കെയാണ്. ഒരു പക്ഷേ നന്നായിരിക്കാം. ഒന്ന് മനസ്സിലാകേണ്ടത്, ഇന്ന് നമ്മുടെ സയൻസ് വളർന്ന് AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ AI ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. നാടൊരു കാലത്ത് ഈ AIക്ക് രൂപവും ജന്മവും കൊടുത്തതും മനുഷ്യർ തന്നെയാണ്. നാളെ ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അതൊന്നും വിട്ട് മനുഷ്യനെ കൺട്രോൾ ചെയ്യാത്ത ഒരവസ്ഥയിൽ ഈ AI വളർന്നു കഴിഞ്ഞാൽ അവിടെ തീരും ഈ ലോകത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും. തീർച്ചയായിട്ടും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പട്ടാളക്കാരോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിർമ്മിതി ബുദ്ധികളിലൂടെ പട്ടാളക്കാരില്ലാതെ ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്യാതെ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം AIയിൽ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും ശുഭകരമായ യാതൊന്നും തന്നെ ഒരു സ്ഥലത്തു നിന്നും കേൾക്കുന്നില്ല. ഇറാൻ, ഇസ്രായേൽ, സിറിയ, യമൻ ഇവിടങ്ങളിലെല്ലാം അശാന്തിയാണ്. ഇറാൻ ഇപ്പോഴും അമേരിക്കയുമായി പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ തീവ്രവാദി അസീം മുനീറിനെ മധ്യസ്ഥതയ്ക്കായി ഇറാനിലോ ഒമാനിലോ ഒക്കെ അയക്കുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം സ്വന്തം രാജ്യത്ത് അവൻ സ്വയം ഒരു തീവ്രവാദിയാകുമ്പോൾ അവന് തീവ്രവാദത്തെപ്പറ്റിയേ സംസാരിക്കാൻ പറ്റൂ, തീവ്രവാദം സാധിക്കും. എന്നാൽ ഈ തീവ്രവാദത്തിന് ലോകത്തിന് ഏറ്റവും കൂടുതൽ തുടക്കം കുറിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്ക ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് ആവശ്യമാണ്. അവർക്ക് കിട്ടും, ആ പടിപടിയായി കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന് ശിക്ഷ അനുഭവിക്കാൻ പോണത് ട്രംപിനെക്കാളുപരി ട്രംപിനെ തിരഞ്ഞെടുത്ത ജനങ്ങൾ, അതായത് അമേരിക്കൻസ്. അവർ ശിക്ഷ അർഹിക്കുന്നു. ട്രംപാണെങ്കിൽ ഈ ലോകത്തെ ലോക പോലീസ് എന്നുള്ളൊരു പട്ടം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സമാധാനപ്രിയൻ എന്നുള്ളൊരു പട്ടം കിട്ടാൻ വേണ്ടി തീവ്രവാദികളെ ആവശ്യമുള്ള രീതിയിൽ വളർത്തിയെടുക്കുന്നു. എന്തായിരുന്നാലും നാം വിചാരിക്കുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൻ്റെ നീക്കങ്ങൾ. ഏത് സമയത്തും എന്തും സംഭവിക്കാം. എല്ലാവരും വളരെ ജാഗരൂകരായിട്ടാണ്. ജാഗ്രത അവരിൽ എല്ലാത്തിലും കിട്ടിക്കഴിഞ്ഞു. ഏത് സമയത്തും ആരെയും എപ്പോഴും ആക്രമിക്കാം. തെറ്റ് ചെയ്യാത്തവരും ആക്രമിക്കപ്പെടാം. അപ്പം അങ്ങനെയുള്ളൊരു ലോകക്രമത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. എപ്പോഴും ഇനി സമാധാനം ഈ ലോകത്ത് കൈവരിക്കാമെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ സയൻസും AI അവരിലൂടെ നമുക്ക് ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും പോയി ലാഭമാക്കാം എന്ന് ചിന്തിക്കാതിരിക്കാം, അറിയില്ല. പക്ഷേങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഭൂമിയിൽ ജനങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യം വരികയുള്ളൂ. ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നെല്ലാം വെച്ച് ജനങ്ങൾ ഇവിടെ അവശേഷിക്കുമെന്നുള്ള കാര്യം അത്ര ഉറപ്പല്ല. കാരണം ഇന്നത്തെ ലോകക്രമം ആ രീതിയിലായിപ്പോയി. ഇവിടെ യുദ്ധത്തിനാണ് മുൻഗണന, ഇവിടെ തീവ്രവാദത്തിനാണ് മുൻഗണന, ഇവിടെ ചതിക്കാണ് മുൻഗണന, ഇവിടെ വഞ്ചനയ്ക്കാണ് മുൻഗണന. അതല്ലാതെ നല്ലതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഇവിടെ ഒരു മുൻഗണനയുമില്ല. ഒപ്പം ഓരോ ഭാഗത്തും, ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ നാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാം ചെയ്തു വച്ചതിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. അത് ഈശ്വരനിൽ നിന്നും കിട്ടിയ ഫലങ്ങളല്ല. എല്ലാ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. ഒരിക്കൽ ഈശ്വരൻ കോപിക്കും. ആ കോപം അത്ര വിദൂരമല്ല. ഇത് നടക്കാൻ പോകുന്നൊരു സംഭവമാണ്. ആക്രിയിൽ ഉള്ള മെഡലുകളെടുത്ത് അസീം മുനീർ യൂണിഫോമിൽ തുന്നിപ്പിടിച്ച് ഞാൻ വീരനാണെന്ന് അസീം മുനീർ ധരിക്കട്ടെ. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ ഞാനാണെന്ന് നടിക്കുന്ന ട്രംപ് നടത്തട്ടെ. ലോകത്ത് ഞാനാണ് പ്രവാചകൻ എന്നുള്ള റോളെടുക്കുന്ന തുർക്കി എർദോഗൻ ആ റോൾ എടുക്കട്ടെ. അങ്ങനെ എല്ലാവരും അവരുടേതായ റോൾ എടുക്കട്ടെ. ഇത് അവസാനം ഇതെല്ലാം ഈ ഭാരം വഹിക്കേണ്ടത് ഭൂമി തന്നെയാണ്. ഒരിക്കൽ ഈ ഭൂമി വിണ്ട് കീറും,
അതിൽ നാം സംസ്കരിക്കപ്പെടും എന്നോർത്തിരുന്നാൽ നാം ഇപ്പോൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റും. ഇല്ലെങ്കിൽ നാം അടങ്ങുന്ന ഈ ലോക ജീവികളെല്ലാം ഈ ഒരു ഭൂമി ദേവിയുടെ അടിത്തട്ടിൽ അടിഞ്ഞാടി. ഈ സത്യം മനസ്സിലാക്കി നാം ഓരോ ദിവസവും ജീവിക്കുക. ഓരോ ദിവസവും നമ്മുടെ ശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശ്വാസം തന്ന ആ പ്രകൃതി, ആ ദൈവത്തെ നാം സ്മരിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇനി നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആരും തന്നെ ഇവിടെ അവശേഷിക്കാൻ പോകുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.